Hello, good evening to all. Welcome to Catalyx. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെക്കൻഡ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസിലെ കോംപ്ലിമെൻ്ററി പേപ്പറാണ് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ഫസ്റ്റ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് 5 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ബേസിക്സ് ഓഫ് എക്കണോമിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് എക്കണോമിക്സ്. ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതിൻ്റെ ആമുഖം. രണ്ടാമതായി എക്കണോമിക്സിൻ്റെ എക്കണോമിക്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഉദ്ഭവത്തെ പറ്റി പറയുന്നു. മൂന്നാമതായി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 നിർവചനങ്ങൾ പറയുന്നുണ്ട്. അടുത്തതായി സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അടുത്തതായി മൈക്രോ എക്കണോമിക്സ് എന്താണ്, മേക്രോ എക്കണോമിക്സ് എന്താണെന്ന്, അവസാനം മേക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസും പറയുന്നു. ആദ്യമായി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ, അതായത് ആമുഖത്തിൽ പറയുന്നത് എക്കണോമിക്സിനെ കുറിച്ചാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ്, അല്ലേ? സോഷ്യൽ സയൻസിലെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിനെ നമ്മൾ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസ് എന്നറിയപ്പെടുന്നുണ്ട്. സോഷ്യൽ സയൻസിലെ രാജ്ഞി എന്നറിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസിലെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? അപരിമിതമാണ്, അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാനുള്ള കയ്യിലുള്ള റിസോഴ്സസോ ലിമിറ്റഡ് ആണ്. അതായത് അത് പൂർത്തീകരിക്കാനുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ പരിമിതമാണ്. ഇതാണ് എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്, വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ റിസോഴ്സസോ ലിമിറ്റഡ് ആണ്, വിഭവങ്ങൾ പരിമിതമാണ്, കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്കണോമിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, അതായത് ഹ്യൂമൻ വാണ്ട്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മളെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ കയ്യിൽ പണം വേണം, അല്ലേ? അപ്പോൾ ഈ പണം എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ജോലിക്ക് പോയിട്ടാണ്, അല്ലേ? അപ്പം ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ എക്കണോമിക് ആക്ടിവിറ്റി അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഫോർ ഏണിംഗ് മണി, പണം നേടാനുള്ള പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റി അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒന്ന് പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ. ആദ്യമായിട്ട് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എന്ന് പറയും. എന്താണ് ഉൽപ്പാദനം? ഉൽപ്പാദനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കൺസേൺ ചെയ്യുന്നത് പ്രൊഡ്യൂസിങ് തിങ്സ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് വസ്തുക്കളൊക്കെ ആവശ്യമല്ലേ? അപ്പോൾ ഇത്തരം വസ്തുക്കൾ ഉൽപ്പാദനം ചെയ്യുന്ന കാര്യമാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് അതായത് ഇൻപുട്ട് എന്ന് നമുക്കതിനെ പറയാം. ഈ ഇൻപുട്ട് നമ്മൾ ഒരു ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസംഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസംഷൻ ചെയ്യുന്നത്? ഉപഭോഗം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ കൺസ്യൂം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ കാര്യത്തിനെയാണ് നമ്മൾ കൺസംഷൻ അഥവാ ഉപഭോഗം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എക്സ്ചേഞ്ച്, നമ്മൾ കൈമാറ്റം എന്ന് പറയാം. കൈമാറ്റം എന്ന് പറഞ്ഞാൽ, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മീഡിയം ഓഫ് മണി വഴി, അതായത് പണം മുഖാന്തരം വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പണം മാത്രമല്ല, മറ്റുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇന്ന് നമ്മൾ ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കയ്യിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ്, മറ്റുള്ള അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയും പണം മുഖാന്തരം വഴിയും നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് എക്സ്ചേഞ്ച് അഥവാ കൈമാറ്റം എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. അതായത് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അപ്പം ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മലയാളത്തിൽ അതിന് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലേ, ഭൂമി, തൊഴിലാളി, അതേപോലെ മൂലധനം, സംഘാടകൻ എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന ഘടകങ്ങളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉൽപാദനത്തിലൂടെ കിട്ടിയ, പ്രൊഡക്ഷനിലൂടെ കിട്ടിയ ഇൻകം ഷെയർ ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഡിസ്കസ് ചെയ്തത് ഒന്നാമതായി എക്കണോമിക്സ് എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, അതേപോലെ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിജിൻ ആണ്. അതായത് എക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഒറിജിൻ, ഉത്ഭവത്തെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ഏർലിയർ ടേം ഫോർ എക്കണോമിക്സ്. അതൊരു MCQന് ചാൻസ് ഉണ്ട്. പണ്ട് കാലത്ത് എക്കണോമിക്സിനെ അറിയപ്പെട്ട പേരായിരുന്നു പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി. രണ്ടാമത്തത്, ഈ പൊളിറ്റിക്കൽ ഇക്കോണമി എന്നൊരു ബുക്കുണ്ട്. അത് എഴുതിയത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സർ ജെയിംസ് സ്റ്റുവർട്ട് ആണ്. 1767 ഈ ബുക്ക്, പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ബുക്ക് എഴുതിയത്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെ ആദ്യകാലത്തെ പേരെന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ബുക്ക് ആരാണ് എഴുതിയത്? ഇനി അടുത്തത്, ഈ വേർഡ് എക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഓയിക്കണോമിയ എന്ന വാക്കിൽ നിന്നാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്, ഗ്രീക്ക് വേർഡായിട്ടുള്ള ഓയിക്കണോമിയ എന്ന വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ഓയിക്കണോമിയ എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്ന, അർത്ഥം എന്ന് പറഞ്ഞത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് അഥവാ ഫാമിലി മാനേജ്മെൻറ്റ് എന്നാണ് ഈ ഗ്രീക്ക് വേർഡായിട്ടുള്ള ഓയിക്കണോമിയുടെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് അറിയപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. ഫേമസ് ബുക്ക് എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നാഷൻ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് എക്കണോമിക്സിൻ്റെ ഏർലിയർ ടേം എന്താണ്, പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ബുക്ക് ആരാണ് എഴുതിയത്, വേർഡ് എക്കണോമിക്സ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു വന്നു, അതേപോലെ തന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ്